പണ്ട് ഒരമ്മ ചിറ്റൂരിൽ നിന്ന് രാമശ്ശേരിയിലേക്കെത്തി. ഉഴുന്നും അരിയും ഒരു പ്രത്യേക ചേരുവയിൽ അരച്ചെടുത്തു. പിന്നെ അരച്ചെടുത്ത മാവ് വേവിച്ചപ്പോൾ ദാ പൂ പോലത്തെ രാമശ്ശേരി ഇഡലിക്ക് ജന്മമായി. ചിറ്റൂരമ്മ താൻ പഠിച്ച ഇഡലിയുടെ പാചകം അടുത്ത തലമുറയ്ക്ക് പകർന്നു. അങ്ങനെ 4 തലമുറയ്ക്കപ്പുറം വിജിച്ചേച്ചിയും രാമശ്ശേരി ഇഡലി ഉണ്ടാക്കി. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇത് മാറ്റമാണല്ലോ, അതുകൊണ്ട് അതിനൊരു ഇത് പ്രത്യേകം ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു തൊഴിലാണ് ഞങ്ങൾ. പ്രത്യേക കൂട്ടല്ല, അരിയും ഉഴുന്നും ഉലുവേനെ അരച്ചെടുക്കണത് പ്രത്യേകം അരച്ചെടുക്കണം. അപ്പോൾ ഇഡ്ഡലി നല്ല ടേസ്റ്റായിട്ട് വരും. 8 ഫാമിലി ഉണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കണവർ. എല്ലാവരും ഒരേ ഫാമിലിയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ അമ്മ 58 വർഷം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം മരിച്ചു, 9 വർഷമായി മരിച്ചിട്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 14 വർഷമായി. പഴമക്കാർ ഇഡലിക്കൊപ്പം വെളിച്ചെണ്ണ ഒഴിക്കാതെ പൊടി മാത്രം കൂട്ടിപ്പിടിച്ചു. ഒരു പൂ പോലത്തെ ഇഡലി പൊട്ടിച്ച് ചട്നിയിൽ മുക്കി പൊടിയും കൂട്ടി തിന്നാലുണ്ടല്ലോ, ആഹാ! ഇത് പ്രത്യേകം ഇങ്ങനത്തെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് മണ്ണിൻ്റെ വളയാണ്, റിങ്ങാണ്. അതിൻ്റെ മേലെ ഇങ്ങനെ നെറ്റ് കെട്ടിയിട്ട്, നൂല് കെട്ടിയിട്ട് അതിനുശേഷം ഇങ്ങനെ തുണി വിരിച്ചിട്ട് മാവ് ഒഴിക്കണതാണ്. മാവ് ഒഴിച്ചിട്ട് ചെറുതായി പരത്തി കൊടുക്കും. എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ 1.5 മിനിറ്റ് കൊണ്ടാകും. 1.5 മിനിറ്റ് കൊണ്ട് എടുക്കണം, അപ്പം തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ. ഓ അത് ശരി.